എന്താ ഇപ്പൊ എങ്ങനെയാണ് ഈ ചെയ്യാ? പൈസ കുറെ അങ്ങനെ ചെലവാകുന്നല്ലാതെ കണക്കൊന്നാണ് ശരിയാവണ്ടേ? അതിന്റെ എല്ലാത്തിന്റെ മാത്സ് എന്റെ അടുത്ത് ഉണ്ട് ഇപ്പച്ചേ. എല്ലാത്തിന്റെ മാക്സ് എന്റെ അടുത്ത് ഉണ്ടാവും വെച്ചറിയാം. മാത്സ് അല്ല, മാത്സ് എന്ന് പറഞ്ഞ കണക്ക്. അതിന്റെ എല്ലാത്തിന്റെ കറക്റ്റ് കണക്കിന്റെ അടുത്ത് ഉണ്ട്. അന്റെ അടുത്തുള്ള കണക്കൊണ്ട് തന്നെയാണ് ഇച്ച ചെലവ് കൂടേണ്ടത്. എന്നിട്ട് ബാക്കിയുള്ള പൈസ എവിടെ? അതൊക്കെ ഇതിലുണ്ട്. എന്നാ കണക്കിട് പറയാം. തേങ്ങ ഇടാൻ പോയതിന്റെ മൊത്തം ചെലവ്. അപ്പൂട്ടൻ തേങ്ങ ഇടാൻ കയറിയപ്പോ അപ്പഴ ഓർത്തത് ടൗസർ ഇട്ടിട്ടില്ല. അതിന്റെ ചെലവ് 130 രൂപ. അതിനെന്തിനാ ചെലവാക്കണു? താഴത്തെ ഞാനല്ലേ നിക്കണേ. അത് ശരിയാ, അത് ചെലവാക്കണം. ഓ എല്ലാം നല്ല കറക്റ്റ് അല്ലാണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞേ. അതെ അതെ. ഇട്ട തെങ്ങുമെന്ന് അപ്പൂട്ടൻ കീഞ്ഞണ്ടാണ്. അപ്പൊ തന്നെ വേത്താകെ തോലിറങ്ങി. അതിന്റെ ഹോസ്പിറ്റൽ ചെലവ് 4500 രൂപ. അപ്പൂട്ടനെ ഡിസ്ചാർജ് ചെയ്തിട്ടില്ലേ? ഓ അല്ലെങ്കിൽ ഇതിപ്പോ നിക്കൂലേ? ഇത് മൊത്തം ബാക്കി എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാ അതല്ലേ? ബാക്കി മൊത്തം 260 രൂപ ഉണ്ട്. ഇതാക്കണം. അല്ല ഇന്നത്തെ 10 ചായപ്പീടിയ കൊടുക്കാനാ. ഞാൻ അവിടുന്ന് ഒരു ചായയും കുടിച്ചു. ഇപ്പൊ 40-40 ഏക്കർ സ്ഥലത്ത് തേങ്ങ ഇട്ടിട്ട് ആകെ ബാക്കി 250 രൂപ. അതിനിപ്പോ ലാഭം അതിനിപ്പോ കഴിഞ്ഞ 130 രൂപ കിട്ടിയിട്ടല്ലേ ഉള്ളൂ. ഇങ്ങനെ പോയാൽ നടക്കൂല. അക്കൗണ്ടന്റിനെ വെക്കണം, അല്ലാതെ നടക്കൂല. പെരും നഷ്ടമാണിത്. അങ്ങനെ പറയണ്ട ഞാൻ തന്നെ അക്കൗണ്ടിങ് പഠിച്ചോളാം. അതിന് +2 പാസ്സായിട്ടുള്ളൂ.